എന്താപ്പാ വെള്ളാണോ? ഡയറി ഞാൻ കുറച്ച് വായിച്ചു. അപ്പന് ഓർമ്മയുണ്ടോ ഒന്ന് എഴുതി കൂട്ടിയതൊക്കെ? അമ്മച്ചിയുടെ കൂട്ടുകാരിയുടെ പിന്നാലെ നടന്നതും അവസാനം അമ്മച്ചിയുമായി പ്രണയത്തിലായതും. കനൂലിപ്പുഴയിൽ പോയ ദിവസത്തെക്കുറിച്ച് എഴുതിയത് ഓർമ്മയുണ്ടോ അപ്പാ? വെള്ളം ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളു അപ്പാ. അതിൽ മുക്കാലും തുപ്പിക്കളയും ചെയ്തു. അപ്പനിത് കേക്ക്, ഞാൻ വായിക്കാം. ഇന്ന് നവംബർ 14, റോബ്സന്റെ ജന്മദിനം. കനോലിപ്പുഴ എൻ്റെ ജീവിതം കൊണ്ട് പന്താടിയ ദിവസം. റോബ്സനെ പോലെ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഈ പുഴയും. തീയും വിഷവും നിറഞ്ഞ ഈ ലോകത്തിൽ ആശ്വാസമായി നിന്നത് ഈ പുഴയായിരുന്നു. ഇന്ന് ഈ പുഴയ്ക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമായിരുന്നു. എന്നിട്ടും ഞാൻ ആ പുഴയിൽ വിശ്വസിച്ചു. പതഞ്ഞൊഴുകുന്ന പുഴയിൽ അവനെയും കൊണ്ട് മുങ്ങിയപ്പോൾ എനിക്ക് നിലകിട്ടിയില്ല. അവൻ ഒഴുകിപ്പോയി. വേർപാടിൻ്റെ കയ്പ് കരളിൽ കൊളുത്തിപ്പിടിച്ച് കുറച്ചു നിമിഷങ്ങൾ. കുറച്ചു ദൂരെ അവൻ പൊങ്ങുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയമെടുപ്പിന് പുഴയുടെ അതേ വേഗമായിരുന്നു. ആവുന്നത്ര ശക്തിയിൽ ഞാൻ നീന്തിയിട്ടും അവനെ എൻ്റെ കൺമുന്നിൽ നിന്ന് പുഴ സ്വാർത്ഥതയോടെ വലിച്ചു കൊണ്ടുപോയി. ഞാനും മുങ്ങിച്ചാവുമെന്ന് കണ്ട് നാട്ടുകാർ എന്നെ വലിച്ചു കയറ്റി. മരവിച്ച മനസ്സിൽ എൻ്റെ ലോകം പൊട്ടിത്തീരുന്നത് ഞാൻ കണ്ടു. എൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ കളിച്ചിരികൾ, എന്തിനായിരുന്നു തമ്പുരാനെല്ലാം? എനിക്ക് കരച്ചിൽ വന്നു. എൻ്റെ നെഞ്ചിടിപ്പും വേദനയും ആശ്വാസത്തിലേക്ക് വഴുതി മാറിയത് പെട്ടെന്നായിരുന്നു. ഒരു വികൃതി കാണിച്ച പയ്യൻ്റെ മുഖഭാവത്തോടെ പുഴ അവനെ എനിക്ക് തന്നെ തിരിച്ചു വന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ റോബ്സൺ കിടപ്പുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുഴയ്ക്ക് എന്നെ ചതിക്കാനാവില്ല, വഞ്ചിക്കാനാവില്ല. ഇപ്പോൾ സമയം പാതിര കഴിഞ്ഞു. റോബ്സൺ അടുത്ത് കിടക്കുന്നുണ്ട്. വളരെയധികം ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ജീവിതചക്രത്തിൻ്റെ ഋതുഭേദങ്ങളിൽ വരിഞ്ഞു മുറുകിയ 1000 ഓർമ്മകൾ. എല്ലാം എനിക്ക് വേണം, മനസ്സിൽ വേണം എൻ്റെ മായാത്ത ഓർമ്മകൾ. ഇതെല്ലാം ഓർമ്മയുണ്ടോ അപ്പാ? ഇതെല്ലാം ഓർമ്മയുണ്ടോ അപ്പാ? കനോലി ഓർമ്മയുണ്ടോ അപ്പാ? ഞാനിപ്പോഴും നിലകെട്ടാതെ ഒഴുകുകയാണപ്പാ. അപ്പാ
അപ്പാടെ റോബ്സൺ ഓർമ്മയുണ്ടോ അപ്പ? അപ്പ അപ്പാടെ റോബ്സൺ ഓർമ്മയുണ്ടോ അപ്പ? ആരാ?